ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി നേതാക്കൾ 100 കോടി രൂപ കൈപ്പറ്റിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. BRS നേതാവ് കെ കവിതയിൽ നിന്നാണ് ഈ തുക കൈപ്പറ്റിയത്. കേജ്രിവാളിനെയും കെ കവിതയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും. കേജ്രിവാളിനെ ഇന്ന് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിനെതിരായ ഹർജി സുപ്രീം കോടതിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതേസമയം പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഡൽഹി മെട്രോയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ED ഓഫീസിന് മുന്നിൽ നിന്ന് അർജുൻ പീതാംബരനും ആം ആദ്മി ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് അനൂപ് ദാസുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, എപ്പോഴായിരിക്കും PMLA കോടതിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോവുക? ആര്യ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും PMLA കോടതി ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോകുക. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കാനാണ് ED ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാവിലെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ED നടത്തിയേക്കാമെന്നുള്ളൊരു സൂചന കൂടി നിലവിൽ ലഭിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ ലഭിച്ചിരുന്നു. ഒരുപക്ഷെ ആ ഒരു നീക്കം ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമായിട്ടും 2 മണിക്കോ അത് കഴിഞ്ഞോ അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ എത്തിച്ച് കസ്റ്റഡി ആവശ്യം ഉന്നയിച്ച ശേഷം കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കായിരിക്കും ED കടക്കുക എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള കാര്യമാണ്. 3 കാര്യങ്ങളായിരിക്കും ED കോടതിയിൽ ഉന്നയിക്കുക. അതിലൊന്ന് എന്ന് പറയുന്നത് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിന്റെ തലച്ചോർ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ ആണ് എന്നുള്ള കാര്യം തന്നെയാണ്. ആം ആദ്മി പാർട്ടി നേതാക്കൾ, കേജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾ 100 കോടി രൂപ കൈപ്പറ്റി കെ കവിതയിൽ നിന്നാണ് കൈപ്പറ്റിയത് എന്നുള്ള കാര്യം ED അറിയിച്ചിരിക്കുന്നു. ആ കാര്യം കോടതിയും ധരിപ്പിച്ച ശേഷം അതായിരിക്കും പ്രധാനമായിട്ടും ഉന്നയിക്കുക. രണ്ടാമത്തേത് 9 സമൻസുകൾ, അതായത് ഓരോ സമൻസുകൾ ഒന്നിനു പുറകെ ഒന്നായി നൽകിയിട്ടും അതെല്ലാം നിരസിക്കുകയായിരുന്നു. ഒന്നും തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരായില്ല എന്നുള്ള കാര്യം രണ്ടാമത്തേത്. 3, ഈ ഇത്രയും നാളുകളായിട്ടും, അതായത് ആദ്യ സമൻസ് നൽകുന്നത് നവംബർ 2-ാം തീയതിയാണ്. ഏകദേശം 4 മാസം കഴിഞ്ഞിട്ടും അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി. ഇത്തരത്തിൽ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും ED അവരുടെ കസ്റ്റഡി ആവശ്യം ഉന്നയിക്കുക കോടതിയിൽ. അതിനുശേഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായിട്ട് ചോദ്യം ചെയ്യും. അപ്പോൾ തന്നെ ആയിരിക്കും കെ കവിതയെ, BRS നേതാവ് കൂടിയായിട്ടുള്ള കെ കവിതയും ഒന്നിച്ചിരുത്തി അരവിന്ദ് കെജ്രിവാളിന്റെ ഒപ്പം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളും ആരംഭിക്കുക. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഇപ്പോൾ ഇവിടെ ED ആസ്ഥാനത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിനോടകം വ്യക്തമായിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ അല്പം മണിക്കൂറുകൾ കൂടി നീളും. അതിനുശേഷം തന്നെയായിരിക്കും കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുകയും കസ്റ്റഡി ആവശ്യം ഉന്നയിക്കുകയും ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിലേക്കും ED കടക്കുക. അർജുൻ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയിലും എന്നാൽ ഇന്നലെ 7:05 കൂടിയാണ് നാടകീയമായ രംഗങ്ങൾ ഡൽഹിയിൽ തുടങ്ങിയത്. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് നീണ്ടു. അപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയുടെ ലീഗൽ സെല്ല് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അടിയന്തരമായി ഈ വിഷയം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്കും ഈ വിഷയം വരുന്നുണ്ട്. പക്ഷേ ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് കോടതികൾ അവധിയാണ്, ഹോളി ആഘോഷമാണ്. അപ്പോൾ ഇന്ന് വളരെ നിർണായകമാണ് കോടതിയിൽ നിന്നൊരു തീരുമാനം വരേണ്ടത് ആം ആദ്മി പാർട്ടിക്ക്. വളരെയധികം നിർണായകമാണ്. കാരണം ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം അവരുടെ ഭാഗത്തുനിന്ന് വന്ന പ്രതികരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. കാരണം ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി പദം രാജിവെക്കാൻ ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പകരം ആര് മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള ചർച്ചകളടക്കം ആം ആദ്മി പാർട്ടിയിൽ നടക്കുന്നുണ്ട്. ഇന്നലെ കേസ് പരിഗണിച്ച്, അതായത് ഡൽഹി ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ച് അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി വന്നതിന് ശേഷം കോടതി ഈ കേസ് മാറ്റിവെച്ചത് ഏപ്രിൽ 22-ാം തീയതിക്കായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാത്രി തന്നെ ഈ നാടകീയ സംഭവങ്ങൾ ഡൽഹി അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ, വസതിക്ക് മുന്നിൽ ഉണ്ടാവുകയും ED അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ തന്നെ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഉടനടി വാദം കേൾക്കണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇന്ന് രാവിലെ മാത്രമേ വാദം കേൾക്കാനാവുകയുള്ളൂ എന്നുള്ള കാര്യം സുപ്രീം കോടതി അറിയിച്ചിരുന്നു. പക്ഷേ ഇതിനു മുൻപും പ്രത്യേകിച്ചും സിസോദിയ ഉൾപ്പെടെയുള്ള നേതാക്കൾ, സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, കെ കവിത ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഈ ഇത്തരത്തിൽ ജാമ്യ ഹർജിയുമായി എത്തിയ സമയത്ത്, അല്ലെങ്കിൽ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ കെ കവിത സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നുള്ള കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു അനുകൂലമായിട്ടുള്ള നടപടി അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള ഉത്തരവ് അവർക്കെതിരെ ഉണ്ടാകുന്നില്ല. കസ്റ്റഡിയിൽ തുടരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശത്തിലേക്കാണ് പോയത്. കെ കവിതയാണെങ്കിൽ പോലും 23-ാം തീയതി വരെ ED കസ്റ്റഡിയിൽ തന്നെയായിരിക്കും. ആ സാഹചര്യങ്ങൾ കൂടി, ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടിയായിരിക്കും ഉണ്ടാകുക എന്നുള്ളൊരു വിലയിരുത്തൽ
വിലയിരുത്തലിലേക്ക് ആം ആദ്മി പാർട്ടി എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക നീക്കങ്ങൾ, അതായത് പകരം ആരെ മുഖ്യമന്ത്രിയാക്കാം, ഈ ജയിലിനകത്ത് വെച്ച് ഭരിക്കുക എന്ന് പറയുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ BJP രാജി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പകരം ആരെ മുഖ്യമന്ത്രിയാക്കാമെന്ന പേര് പരിഗണിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നു. അതിഷി ബർലിനെയോ അതല്ലെങ്കിൽ ഗോപാൽ റായോ എന്നുള്ള കാര്യം അടക്കം പരിഗണിച്ചുകൊണ്ട് നിർണായക ചർച്ചകളിലേക്ക് ആം ആദ്മി കടന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇന്ന് BJP ആസ്ഥാനത്തുൾപ്പെടെ അല്ലെങ്കിൽ ഡൽഹിയിലും രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും രാജ്യമൊട്ടാകെയുള്ള BJP ഓഫീസുകൾക്കുൾപ്പെടെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ്. PMLA കോടതിയിൽ, റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുകയാണെങ്കിൽ ഈ തെളിവുകൾ കൃത്യമായിട്ടും ED സമർപ്പിച്ച് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം തന്നെയായിരിക്കും ഉണ്ടാവുക. അതിനെ എങ്ങനെ ചെറുക്കണമെന്നുള്ള കാര്യം, സർക്കാർ താഴെ വീഴാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കാര്യം, അതിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതെ ഈ പ്രചരണത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് അതിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ മദ്യനയ കേസിൽ ഇപ്പോൾ മാപ്പുസാക്ഷിയാക്കിയ വ്യവസായി ശരത് ചന്ദ്ര റെഡ്ഡി, SR റെഡ്ഡിയുടെ പേരുണ്ട്. ഈ അറസ്റ്റ് ചെയ്ത ദിവസമാണ് 5 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ആ പണം പോയിരിക്കുന്നത് BJPക്കുമാണ്. ഇതൊക്കെ ഇതുമായി കൂട്ടി വായിക്കേണ്ടതല്ലേ? ആരെ കൂട്ടി വായിക്കേണ്ടിയിരുന്നു. കാരണം ഇത് ഒന്നോ രണ്ടോ കമ്പനികളുടെ കാര്യമല്ല, മറിച്ച് നിരവധി കമ്പനികൾ, ഇപ്പോൾ മേഗാ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യമെടുത്താലും ഇൻഡസ്ട്രീസിന്റെ കാര്യമെടുത്താലും ഈ ഫ്യൂച്ചർ ഗെയിമിന്റെ കാര്യങ്ങളെടുത്താലും അതല്ലെങ്കിൽ സിൽക്യാര ടണൽ ദുരന്തമുണ്ടായ അല്ലെങ്കിൽ ആ സിൽക്യാര ടണൽ നിർമ്മിക്കാൻ വേണ്ടി കരാറെടുത്ത കമ്പനിയിൽ നിന്നടക്കമാണ് BJPക്ക് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് അല്ലെങ്കിൽ പ്രധാനമായിട്ടും BJPക്ക് ഈ പണം ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകൾ അവർ കൈപ്പറ്റിയിരിക്കുന്നത്. ആ ഇലക്ട്രൽ ബോണ്ടിൽ തന്നെ 56% BJPക്ക് പോയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള കണക്കുകൾ, അതായത് ഏതൊക്കെ കമ്പനികൾ എത്രയൊക്കെ രൂപ ഏതൊക്കെ പാർട്ടികൾക്ക് കൈമാറി എന്നുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച് മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ ഏകദേശം അല്പനിമിഷങ്ങൾക്കകം തന്നെയാണ് ഈ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഈ നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ 2 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ, പിന്നാലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. രാജ്യമൊട്ടാകെ ചർച്ചാ വിഷയമാകുന്നതും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തുടർന്നുള്ള പ്രതിഷേധ കാര്യങ്ങളുമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ഉൾപ്പെടെ ചേർത്ത് വായിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ശരി.